ഹലോ ഓൾ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സോ ഞാനിന്ന് നിങ്ങളുമായി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് S3 CSCയുടെ 2024 സ്കീമിലെ എന്താ എന്താ പറയുക, CSC എന്ന് പറഞ്ഞൊരു ബ്രാഞ്ച് വെച്ച് നോക്കുമ്പോൾ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള എന്നാൽ ഭയങ്കരമായ ബന്ധമുള്ള ഒരു സബ്ജക്റ്റാണ് ഡിജിറ്റൽ ഇലക്ട്രോണിക്സ്. സോ ഫസ്റ്റ് തിങ് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു സബ്ജക്റ്റിന്റെ പ്രത്യേകത, ഇതൊരു CSC ബേസ്ഡ് സബ്ജക്റ്റ് അല്ല ശരിക്കും. ഈസി ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന ഒരു ബ്രാഞ്ചിന്റെ ഭാഗമായിട്ടുള്ളതാണ്. ബട്ട് ഇതിലെ കുറെ കാര്യങ്ങളാണ് നമ്മുടെ കമ്പ്യൂട്ടർ എന്ന് പറയുന്ന ഒരു സിസ്റ്റം ബിൽഡ് ചെയ്യാൻ ആവശ്യമുള്ളത്. കമ്പ്യൂട്ടർ വർക്ക് ചെയ്യുന്നത് ഇതിന്റെ ബേസിസിലാണ്. സോ നമ്മൾ എന്തായാലും ഈ ഒരു വിഷയത്തെ പറ്റി അറിഞ്ഞിരിക്കണം. സോ ഇതിലെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ആൻഡ് ഇതിൽ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളാണ് ഇപ്പൊ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്കിതിൽ മൊഡ്യൂൾ വൈസ് ഓരോ ടോപ്പിക്സ് നോക്കി പോവാം. ഇതില് ഞാൻ എഴുതിയിരുന്നത് 2019 സ്കീമിൽ ഒരു സബ്ജക്റ്റിനുണ്ട്. സബ്ജക്റ്റിന്റെ പേര് LSD, ലോജിക് സിസ്റ്റം ഡിസൈൻ. സിമ്പിൾ, നിങ്ങളുടെ സെയിം അതേ ടോപ്പിക്സ് തന്നെയാണ്, കാര്യങ്ങളൊക്കെ തന്നെയാണ് വരുന്നത്. ബട്ട് നമ്മൾ പഠിച്ചതിനേക്കാൾ കുറച്ചുകൂടെ അധികം കണ്ടന്റ്സ് നിങ്ങൾക്ക് വരുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ വെരിലോഗ് ഒന്നും നമുക്കില്ലായിരുന്നു, നമുക്ക് ലാബിലായിരുന്നു ഉണ്ടായിരുന്നത്. നിങ്ങൾക്ക് തിയറി ആയിട്ട് തന്നെ, തിയററ്റിക്കൽ ആയിട്ട് തന്നെ പഠിക്കാനുണ്ട്. സോ ഞാൻ LSDയുടെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കിയിട്ടുണ്ട്, നിങ്ങളുടെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കിയിട്ടുണ്ട്. ഇതിന്റെ എല്ലാം ബേസിസിൽ ഒരു അനാലിസിസ് നടത്തിയിട്ടാണ് ഇതിൽ ഏതൊക്കെ ഇമ്പോർട്ടന്റ് ആയിരിക്കും എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുന്നുണ്ടാവുക. ഓക്കെ, സോ കമ്മിങ് ടു ദ ഫസ്റ്റ് ഏരിയ, ഇൻട്രൊഡക്ഷൻ ടു ഡിജിറ്റൽ സിസ്റ്റം. നമുക്ക് ഇവിടെ നോക്കേണ്ട കാര്യങ്ങൾ നമ്പർ സിസ്റ്റം, അതുപോലെ ബൈനറി, ഹെക്സാഡെസിമൽ, ബേസ് കൺവേർഷൻസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ്. എന്തായാലും ബൈനറി പഠിക്കണം നിങ്ങൾ, ഹെക്സാഡെസിമൽ പഠിക്കണം. ഇത് രണ്ടും മാറി മാറി 3 മാർക്സിന്റെ സെറ്റിലും ചോദിച്ചിട്ടുണ്ട്, ഇവിടെ 9 മാർക്സിന്റെ സെറ്റിലും ചോദിച്ചിട്ടുണ്ട്. സോ അത് ചിലപ്പോൾ ഒരു 3 ക്വസ്റ്റ്യൻ ഒക്കെ ആയിട്ട് ഡിവൈഡ് ഒക്കെ ചെയ്ത് തരും. സോ അതൊന്ന് നോക്കിക്കോളുക. ദെൻ കംസ് ബേസ് കൺവേർഷൻ. കോഴ്സ് എന്തായാലും പഠിച്ചിട്ട് പോകണം. എനിക്കിപ്പോൾ ഓർമ്മയുണ്ട്, ഞാൻ എഴുതിയ ക്വസ്റ്റ്യൻ പേപ്പർ വാസ് ദ വൺ ഓഫ് ദ മോസ്റ്റ് ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻ പേപ്പർ KTU സ്റ്റുഡൻസ് എവർ ഫേസ്ഡ്. എനിക്ക് നല്ല ഓർമ്മയുണ്ട് ക്വസ്റ്റ്യൻ പേപ്പർ. കാരണം ഞങ്ങൾക്ക് ഇതുപോലെ ബേസ് കൺവേർഷൻ വന്നപ്പം നമ്മൾ കുറച്ചൊക്കെ പഠിച്ചിട്ട് പോകുള്ളൂ. ബട്ട് ദേ ആസ്ക്ഡ് ഫ്രം 7 to 8 ഒക്കെ ബേസ് കൺവേർഷൻ ചോദിച്ചിട്ട്. സോ ബേസ് കൺവേർഷൻ ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചിട്ട് തന്നെ പോവുക. പിന്നെ അഡീഷൻ, സബ്ട്രാക്ഷൻ, ഇതെല്ലാം കുഞ്ഞു കുഞ്ഞു ടോപ്പിക്സ് ആണ് കേട്ടോ, കുറെ ഉണ്ടെന്ന് വിചാരിക്കരുത്. മനസ്സിലാക്കിയാൽ കുഞ്ഞു കുഞ്ഞു ടോപ്പിക്സ് ആണ്. ഓക്കെ, അഡീഷൻ, സബ്ട്രാക്ഷൻ, അതും എന്തിന്റെ ബേസിസിൽ? അൺസൈൻഡ് ആൻഡ് സൈൻഡിന്റെ ബേസിസിൽ. രണ്ട് ഡിഫറൻസ്, ടൂസ് കോംപ്ലിമെന്റ്, വൺസ് കോംപ്ലിമെന്റ് ഒക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അൺസൈൻഡ് ആൻഡ് സൈൻഡ് നമ്പേഴ്സ്. അതിൽ തന്നെ ഞാൻ കുറച്ചുകൂടി ഇമ്പോർട്ടൻ്റ് ആയി പറയുക, വൺസ് കോംപ്ലിമെന്റും ടൂസ് കോംപ്ലിമെന്റും ഇതിൽ പറയുന്നില്ല. അതെന്തായാലും പഠിച്ചിട്ട് പോകണം. റിപ്പീറ്റഡ്ലി ചോദിച്ചിട്ടുണ്ട് നമ്മുടെ LSD ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ, നിങ്ങളുടെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുണ്ട് വൺസ് കോംപ്ലിമെന്റ് ആൻഡ് ടൂസ് കോംപ്ലിമെന്റ്. ബട്ട് സിമ്പിൾ ആണ്, മനസ്സിലാക്കിയാൽ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണിത്. പിന്നെ നമുക്ക് ഇല്ലാതിരുന്ന ടോപ്പിക്സ് ആയിരുന്നു ലൈക് ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പർ സിസ്റ്റം. അല്ലെങ്കിൽ നമ്മൾ അത്ര ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടില്ലായിരുന്നു ആ ഒരു ഇതിന്. പഠിക്കാൻ പറ്റിയാൽ നല്ലത്, ബട്ട് ഉറപ്പ് പറയുന്നില്ല. ദെൻ കംസ് ബേസിക് ഗേറ്റ്സ്. അത് നിങ്ങൾ പഠിക്കാണ്ട് പോയാൽ നിങ്ങൾ ഈ സബ്ജക്റ്റ് പഠിക്കുന്നത് നിർത്തിക്കോളൂ എന്ന് പറയേണ്ടി വരും. കാരണം ഇറ്റ്സ് ദ മെയിൻ ബേസിക് സ്ട്രക്ചർ ഓഫ് ദിസ് ഹോൾ സബ്ജക്ട്, ഹോൾ കമ്പ്യൂട്ടർ സയൻസ് എന്ന് വേണമെങ്കിൽ തന്നെ പറയാം. കാരണം നമ്മുടെ കമ്പ്യൂട്ടറിന്റെ സയൻസ്, കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞാൽ മെഷീന്റെ സയൻസ് കേട്ടോ, അങ്ങനെ നോക്കുകയാണെങ്കിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനമാണ് ബേസിക് ഗേറ്റ്സ്. നെവർ സ്കിപ്പ് ദാറ്റ്. അതിൽ തന്നെ ഏതൊക്കെ ടോപ്പിക്സ് നമുക്ക് പറയാൻ പറ്റാം? ഇൻവെർട്ടർ ആൻഡ് ഓർ നോർ. ഇതിൽ നിന്ന്, ഈ മൂന്നെണ്ണത്തിൽ നിന്ന് വരുന്ന ഒരു സംഭവമാണ് നാൻഡ്, നോർ, എക്സോർ, എക്സനോർ. നാൻഡ്, നോർ, എക്സോർ, എക്സനോർ. ഇത് പഠിച്ചാൽ നിങ്ങൾക്ക് ഇത് പഠിക്കാൻ എളുപ്പമാണ്. ഇതൊരിക്കലും നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത്. ഓക്കെ, ഇതെന്തായാലും പഠിച്ചിട്ട് പോവുക. പിന്നെയും നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കാതിരുന്ന ഒരു ഏരിയ ആണ് ഔട്ട്പുട്ട് DC സ്പെസിഫിക്കേഷൻ, ഇൻപുട്ട് DC സ്പെസിഫിക്കേഷൻ, നോയ്സ് മാർജിൻ, പവർ സപ്ലൈ. ബട്ട് നോയ്സ് മാർജിൻ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ഇത് DC സ്പെസിഫിക്കേഷൻ ഒക്കെ നിങ്ങളുടെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുണ്ട്. സോ സ്കിപ്പ് ചെയ്യാണ്ടിരിക്കുന്നതായിരിക്കും നല്ലത്. മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിനനുസരിച്ച് ക്വസ്റ്റ്യൻ വരാതിരിക്കാം. നമുക്കൊന്നും പ്രഡിക്റ്റബിൾ. ബട്ട് നിങ്ങളുടെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ അത് ക്ലിയർ ആയിട്ട് ഒരു വലിയ മാർക്ക് ക്വസ്റ്റ്യൻ ഒക്കെ ആയിട്ട് വന്നിട്ടുള്ളത് കൊണ്ട് പ്ലീസ് നോക്കിയിട്ട് പോവുക. ദെൻ കംസ് വെരിലോഗ്. വെരിലോഗിന്റെ പാർട്ടിൽ പറഞ്ഞ പോലെ എന്താ ഇമ്പോർട്ടൻ്റ് എന്ന് പഴയ ക്വസ്റ്റ്യൻ പേപ്പർ വെച്ച് എനിക്ക് പറയാൻ പറ്റില്ല. ബട്ട് നിങ്ങളുടെ ഈ ക്വസ്റ്റ്യൻ പേപ്പർ വെച്ച് നോക്കുകയാണെങ്കിൽ HDL അബ്സ്ട്രാക്ഷൻ എന്ന് പറയുന്ന ഒരു സംഭവം, ലൈക്ക് അത് ആ ലാംഗ്വേജ് ആണ്, അത് ക്ലിയർ ആയിട്ട് പഠിച്ചു പോവുക.
ഡാറ്റ ടൈപ്സ്, മൊഡ്യൂൾസ്, വെരിലോഗ് ഓപ്പറേറ്റേഴ്സ്. അതെന്തായാലും പഠിച്ചു നോക്കുക. അത് വെരിലോഗ് കൺസ്ട്രക്ടേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഏരിയ, കാരണം അത് അതിന്റെ ബേസിക് ബ്ലോക്കാണ്. വെരിലോഗ് കൺസ്ട്രക്ട്സ്. സോ അതിൽ ഡാറ്റ ടൈപ്സ്, മൊഡ്യൂൾ, വെരിലോഗ് ഓപ്പറേറ്റേഴ്സ് എന്തായാലും ക്ലിയർ ആയിട്ട് പഠിച്ചു പോകും. കമ്മിങ് ടു ദ സെക്കൻഡ് മൊഡ്യൂൾ. സെക്കൻഡ് മൊഡ്യൂളിൽ ഭയങ്കര എന്താ പറയാ, നമ്മൾ മറ്റേ ഒരു സിനിമയില് സാക്ഷി പറയാൻ വന്നു കഴിയുമ്പോൾ ഒരാൾ ചോദിക്കും, പിന്നീട് എന്താ സംഭവിച്ചത്? അപ്പം ആള് പറയും, പിന്നീട് എന്താ വെച്ചാൽ എന്റെ കിളി പോയി സാറേ എന്ന് പറയുന്ന മൊമെന്റ് എത്താൻ, എന്ന് പറയുന്ന മൊമെന്റിലേക്ക് നമ്മൾ എത്തിക്കുന്ന ഒരു മൊഡ്യൂളാണിത്. കോമ്പിനേഷണൽ ലോജിക് ഡിസൈൻ. ഓഫ് കോഴ്സ് ബൂലിയൻ ആൽജിബ്ര ഇമ്പോർട്ടന്റ് ആണ്. അത് പക്ഷെ പഠിച്ചാൽ സിമ്പിൾ ആണ്, ബട്ട് അത് ഈ പറഞ്ഞ പോലെ ചെയ്തു വരുമ്പം കിളിയും പരുന്തും എല്ലാം പറക്കുന്ന ഒരു കൈൻഡ് ഓഫ് ബുദ്ധിമുട്ടാണെന്നല്ല ഞാൻ പറയുന്നത്. അത് പഠിക്കാൻ ബുദ്ധിമുട്ടില്ല, പക്ഷെ ചെയ്തു വരുമ്പം നമ്മൾ ഇടയ്ക്ക് കൺഫ്യൂസ്ഡ് ആവും. അതാണ് അതിന്റെ ഒരു പ്രശ്നം. പക്ഷെ ക്വസ്റ്റ്യൻസ് ഈ പറഞ്ഞ പോലെ ലാസ്റ്റ് വരെ നമുക്ക് ഇതിന്റെ എല്ലാം ഡയഗ്രം കാര്യങ്ങളൊക്കെ നല്ല ലാസ്റ്റ് നമുക്ക് അതിന് റിസൾട്ട് എഴുതുന്നതായിരിക്കും. ലൈക്ക് ട്രൂ ഫാൾസ് വെച്ചിട്ട് ഒക്കെ നമ്മൾ ശരിയാണ് ചെയ്യുന്നത്. സോ അതാ പറഞ്ഞത്, സിമ്പിൾ ആണ് സംഭവം. തിയറംസ് ചിലപ്പോൾ കുഞ്ഞു മാർക്കിനൊക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അതായത് നമ്മുടെ ഈ 3 മാർക്സ് സെറ്റിൽ വരാൻ ചാൻസ് ഉണ്ട്. നമുക്ക് ഒരു പ്രാവശ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു തിയറംസ് ഒക്കെ. ഓക്കെ, ദെൻ കംസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ്, SOP POS. ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത്. ഇത് റിപ്പീറ്റഡ്ലി ചോദിക്കുന്നതാണ്, ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. SOP പഠിച്ചാൽ POS പഠിക്കാൻ പറ്റും എന്നുള്ളതാണ് അതിലൊരു എന്താ പറയാ, അതിന്റെ ഒരു സെറ്റപ്പ് അങ്ങനെയാണ്. ഓക്കെ, പിന്നെ മിൻ ടേം മാക്സ് ടേം അത് പഠിക്കാൻ പറ്റിയ, അത് ഇതിന്റെ ഭാഗമായിട്ടുള്ളത് തന്നെയാണ് മിൻ ടേം മാക്സ് ടേം. പിന്നെ അതിൽ തന്നെ കുറച്ച് ഇമ്പോർട്ടൻറ്റ് നമുക്ക് പറയാൻ പറ്റുക ലോജിക് മിനിമൈസേഷൻ. അതും ഈ പറഞ്ഞ പോലെ സ്കിപ്പ് ചെയ്യാൻ പറ്റില്ല, കാരണം ചോദിച്ചാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ആൽജിബ്രിക് മിനിമൈസേഷൻ എന്തായാലും ചോദിക്കും. അതിനേക്കാളും ഇമ്പോർട്ടൻ്റ് ഞാൻ പറയുക കെ മാപ്പിനാണ്. കെ മാപ്പ് ഇല്ലാത്തൊരു ക്വസ്റ്റ്യൻ പേപ്പർ KTUവിന്റെ ചരിത്രത്തിൽ ഇല്ല. അൽജിബ്രിക്ക്, ഓറൽ അൽജിബ്രിക്കും കെ മാപ്പുമായിട്ട് വന്ന ചരിത്രമുണ്ട്. SOP POS അതിന്റെ കൂടെ ഏതെങ്കിലും വന്ന ചരിത്രമുണ്ട്. അപ്പൊ ഇത് ഈ പറഞ്ഞ എല്ലാ ടോപ്പിക്കുകളും വരണം, എന്നാലേ നമുക്ക് ഇതിലൊരു ബേസ് കിട്ടുള്ളൂ. ചിലപ്പം എളുപ്പത്തിൽ ബൂലിയൻ അൽജിബ്രയുടെ ക്വസ്റ്റ്യനിലേക്ക് അത് വന്നേക്കാം. സോ ഈ ഒരു ഏരിയയിൽ അത് കുറച്ചുകൂടെ എന്താ പറയാ, അൺപ്രഡിക്റ്റബിൾ ആണ് എന്ത് വരുന്നു. പക്ഷേ ഈ പറഞ്ഞ ടോപ്പിക്സ് എല്ലാം നിങ്ങൾ പഠിക്കണം. ഇതെല്ലാം നിങ്ങൾക്ക് ഭാവിയിലേക്കും ആവശ്യമുള്ളതാണ്. ആ ഒരു ലോജിക്ക് കിട്ടിയാൽ മാത്രമേ എന്താണ് കമ്പ്യൂട്ടറിനുള്ളിൽ നടക്കുന്നതെന്നൊക്കെ കറക്റ്റ് നമുക്ക് അറിയാൻ പറ്റും. ലൈക്ക് COA എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഒരു സബ്ജക്ട് പഠിക്കാനുണ്ട്, കമ്പ്യൂട്ടർ ഓർഗനൈസേഷണൽ ആർക്കിടെക്ചർ. അതുപോലെ തന്നെ മൈക്രോ പ്രൊസസർ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഇത് കഴിഞ്ഞ് നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. ഈ പറഞ്ഞ വിഷയങ്ങളെല്ലാം LSD അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ പഠിക്കുന്ന ഡിജിറ്റലിന്റെ കണ്ടിന്യൂവേഷൻ ആണ്. ഞാൻ പഠിച്ചിട്ടുള്ള സബ്ജക്റ്റ് ആയതുകൊണ്ട് പറയാൻ, പഠിച്ചു വെക്കോളൂ നല്ല രീതിയിൽ. പിന്നീട് ഇതൊരു ബുദ്ധിമുട്ട് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. ഓക്കെ, പിന്നെ വെരിലോഗിന്റെ ഏരിയാസ് ആണ് വരുന്നത്. സോ അതിലെനിക്ക് കൂടുതലും അങ്ങനെ ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുകയാണെങ്കിൽ ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ്, കണ്ടീഷണൽ ഓപ്പറേറ്റേഴ്സ് എന്തായാലും പഠിച്ചു പോവുക. അത് എന്താ പറയാ, ലൈക്ക് കണ്ടിന്യൂസ് അസൈൻമെന്റ് ഒറ്റ ടോപ്പിക്കേ ഉള്ളൂ. സോ മാക്സിമം അത് നിങ്ങൾക്ക് പറ്റുന്നത്ര പഠിക്കാം. എന്തായാലും ഈ ഏരിയ ഒന്നും സ്കിപ്പ് ചെയ്യരുത്. ഇത് നിങ്ങൾ സ്കിപ്പ് ചെയ്യാൻ പാടില്ല, എന്നാലും ഒരു കാരണവശാലും ഇത് സ്കിപ്പ് ചെയ്യരുത്. എന്തായാലും പഠിച്ചിട്ട് പോവുക. ഓക്കെ, ദെൻ കംസ് ദ തേർഡ് മൊഡ്യൂൾ. തേർഡ് മൊഡ്യൂളിൽ ഈ പറഞ്ഞ കിളികളെല്ലാം പറന്നു പോയത് തിരിച്ചു വന്നിട്ട് എന്താ പറയാ, പുറത്തേക്ക് പറക്കാണ്ട് നമ്മുടെ ഉള്ളിൽ തന്നെ പറക്കുന്ന അവസ്ഥ വരുന്ന ടോപ്പിക്സ് ആണ് ഇതെല്ലാം. ഓക്കെ, എന്തായാലും ഡീകോഡേഴ്സ്, എൻകോഡേഴ്സ് ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് നമുക്ക് ഡീകോഡേഴ്സിൽ ഈ 7 സെഗ്മെന്റ് ഡിസ്പ്ലേ ഒന്നും നമുക്ക് അങ്ങനെ കാര്യമായിട്ട് ഇല്ലായിരുന്നു. ഞാൻ പഠിച്ചിട്ടില്ല എന്തായാലും. സിലബസിലും കണ്ടതായിട്ട് എനിക്ക് ഓർമ്മയില്ല. എന്തായാലും എൻകോഡേഴ്സ് ഉണ്ട്, പല തരത്തിലുള്ള എൻകോഡേഴ്സ് വരാനുണ്ട്. മക്സ്, ഡിമക്സ്, മൾട്ടിപ്ലക്സർ, ഡിമൾട്ടിപ്ലക്സർ എന്നാണ് ഇതിന്റെ അർത്ഥം. ഓഫ് കോഴ്സ് ഇമ്പോർട്ടൻ്റ് ആണ്, എന്തായാലും പഠിച്ചിട്ടുണ്ടോ. അത് മക്സ് ചിലപ്പം 8 4 ആക്കാനും, ഡിമക്സ് 16 മാറാനും, അങ്ങനെ കുറെ സാധനങ്ങളുണ്ട്. മറന്നു അതിന്റെ കറക്റ്റ് സാധനങ്ങളൊക്കെ ഇങ്ങനെയൊക്കെ കണ്ടിട്ടുണ്ട് ഞാൻ. അപ്പോൾ അതെല്ലാം ക്ലിയർ ആയിട്ട് പഠിച്ചു പോയിക്കോളുക. ദെൻ കംസ് സർക്യൂട്ട്സ്. എല്ലാ സർക്യൂട്ട്സും പഠിച്ചിട്ട് പോകണം. എങ്ങോട്ട് ചോദിക്കാന്ന് നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല. ഹാഫ് ആർഡർ ഉണ്ട്, ഫുൾ ആഡർ ഉണ്ട്. അത് 2 ഹാഫ് ആർഡർ ഒക്കെ വെച്ചിട്ട് ചിലപ്പോൾ ഫുൾ ആർഡർ ഉണ്ടാക്കാൻ പറയും. ഓക്കെ, അതുപോലെ തന്നെയാണ് ഹാഫ് ആൻഡ് ഫുൾ സബ്ട്രാക്ടറും. കമ്പാരേറ്റേഴ്സ് എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്.
അതിലൊന്നും നമുക്ക് സ്കിപ്പ് ചെയ്തിട്ട് കാര്യമില്ല. കാരണം ഇത് ഒന്ന് മാറി ചോദിച്ചാൽ അടുത്ത കൊല്ലം മാറി ചോദിക്കുന്ന ടോപ്പിക്സ് ആണ്. അതുകൊണ്ട് ഏത് വരും എന്ന് അൺപ്രഡിക്റ്റബിൾ ആണ്. ഓക്കെ. പിന്നെ നമുക്കിവിടെ വെരിലോഗിന്റെ ഒരു ഏരിയയിൽ വരുന്നത് സ്ട്രക്ചറൽ ഡിസൈൻ ആൻഡ് ഹൈറാർക്കി, ലോ ലെവൽ മോഡ്യൂൾ ഇൻസ്റ്റന്റേഷൻ, ഗേറ്റ് ലെവൽ പ്രിമിറ്റീവ്സ്, ആഡിങ് ഡിലേറ്റ് പ്രിമിറ്റീവ്സ്. സോ ഈ ഒരു ഏരിയ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റിയില്ലെങ്കിലും കുഴപ്പമില്ല, പഠിച്ചോളൂ. ഓറിൽ എവിടെയെങ്കിലും വന്നാൽ, നിങ്ങൾക്ക് അറിയുന്നത് വന്നാൽ, നിങ്ങൾക്ക് രക്ഷപ്പെടണമെങ്കിൽ ഇത് വേണം. കാരണം ഓറിലേക്ക് ഇത് ചോദിക്കണം. നിങ്ങളുടെ മോഡൽ ക്വസ്റ്റൻ അങ്ങനെയാണ് കണ്ടത്. എന്തായാലും ഇതിൽ ഞാൻ പറഞ്ഞിട്ടുള്ള ഈ ടോപ്പിക്സ് നിങ്ങൾ സ്കിപ്പ് ചെയ്യാണ്ട് തന്നെ പഠിച്ചു പോവുക. ഓക്കെ, അതാണ് എനിക്കിതിൽ പറയാം. ആൻഡ് കംസ് ദ ലാസ്റ്റ് മോഡ്യൂൾ. ഇവിടെ നമുക്ക് കിളിയുടെ സ്റ്റാറ്റസ് പറയുകയാണെങ്കിൽ കിളിക്ക് മനസ്സിലായി ഇനി പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല എന്ന് മനസ്സിലാവുമ്പോൾ ഒന്ന് കൂളായിട്ടിരിക്കുന്ന മൊഡ്യൂളാണ്. സോ ലാച്ചസ്, ഫ്ലിപ്പ് ഫ്ലോപ്സ് എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. അത് ഏത് വേണമെങ്കിലും മാറി മാറി ചോദിക്കാം. ഓക്കെ. പിന്നെ SR ലാച്ച് ഉണ്ട്, JK ഉണ്ട്, ഡി ഫ്ലിപ്പ് ഫ്ലോപ്പ് ഉണ്ട്. ഇതാണ് ഇതിലെ കുറച്ചുകൂടി ഇമ്പോർട്ടൻ്റ് വരിക. നമുക്ക് കുറച്ചുകൂടെ സാധനങ്ങൾ ഉണ്ടായിരുന്നു. മാസ്റ്റർ സ്ലീവ് ഫ്ലിപ്പ് ഫ്ലോപ്പ്, റിംഗ് കൗണ്ടർ, ജോൺസൺ കൗണ്ടർ, കുറെ സാധനങ്ങൾ ഉണ്ടായിരുന്നു. എനിക്ക് അത്രയില്ല. ഇത്രയും പ്രധാനമായിട്ടും പഠിച്ചു പോവുക. ബാക്കി അതിൽ പറയുന്നുണ്ട് രജിസ്റ്റർ എനേബിൾഡ് ഫ്ലിപ്പ് ഫ്ലോപ്പ്, റീസെറ്റബിൾ ഫ്ലിപ്പ് ഫ്ലോപ്പ് ഒക്കെ പറയുന്നുണ്ട്. അതും പഠിച്ചു പൊക്കോളൂ. ഇതെന്തായാലും സ്കിപ്പ് ചെയ്യരുത്, ഇത് കൂടുതലും റിപ്പീറ്റഡ്ലി ചോദിച്ചിട്ടുണ്ട്. ഓക്കെ. പിന്നെ നമുക്കിവിടെ വരാനുള്ളത് സീക്വൻഷ്യൽ സ്റ്റോറേജ് ഡിവൈസസിൽ ഷിഫ്റ്റ് രജിസ്റ്റർ ഇമ്പോർട്ടൻ്റ് ആണ്. പല പല ഇയറിൽ മാറി മാറി ചോദിച്ചിട്ടുണ്ട് നമ്മുടെ LSDയിൽ. അതുപോലെ സിങ്ക്രണസ് അസിങ്ക്രണസ് കൗണ്ടേഴ്സ് ഉണ്ടെങ്കിൽ അത് പഠിച്ചോളൂ. ഇവിടെ ഒരു സിങ്ക്രണസ് ഒക്കെ വരുന്നുണ്ട്. ഓക്കെ, സിങ്ക്രണസ് അസിങ്ക്രണസ് സിങ്ക്രണസ് അത് റിപ്പിൾ കൗണ്ടർ ആണ് നിങ്ങൾക്ക് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. പിന്നെ ടോഗിൾ ഫ്ലോപ്പ് ക്ലോക്ക് ഡിവൈഡറും പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇതില് ലാച്ച്, SR ലാച്ച്, JK ഫ്ലിപ്പ് ഫ്ലോപ്പ്, ഡി ഫ്ലിപ്പ് ഫ്ലോപ്പ്, നെവർ സ്കിപ്പ് ദിസ്. ബാക്കിയുള്ളത് സ്കിപ്പ് ചെയ്യുന്ന തന്നെ ഞാൻ പറയാം, കാരണം ഇത് മാറി മാറി ചോദിക്കാം. ഓക്കെ, അതുകൊണ്ടാണ്. ഷിഫ്റ്റ് രജിസ്റ്റർ, അതുപോലെ തന്നെ ഷിഫ്റ്റ് രജിസ്റ്റർ എന്താ സ്കിപ്പ് ചെയ്യരുത്, അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, സോ ഇതാണ് എനിക്ക് ഇതിൽ പറയാനുള്ളത്. പിന്നെ FSM നിങ്ങളുടെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുണ്ട്. സോ പഠിച്ചിട്ട് പോകണം. മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഞാനത് കണ്ടു. നമുക്ക് ഫൈനൈറ്റ് സ്റ്റേറ്റ് മെഷീൻസ് ഇല്ലായിരുന്നു. മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ FSM ഉണ്ട്. സോ അത് അതിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് തന്നെ എന്തോ ഡിസൈൻ ചെയ്യാൻ ചോദിച്ചിട്ടുണ്ട്. ഡിസൈൻ എക്സാമ്പിൾ എന്നൊക്കെ പറയുന്ന ഒരു ഏരിയയിൽ നിന്ന് വന്നിട്ടുണ്ട്. സോ പഠിച്ചിട്ട് പോകും. വെരിലോഗിൽ പിന്നെ നിങ്ങൾക്ക് അവിടെ പ്രോഗ്രാം ആണ് കൂടുതലും വരുന്നത്. വെരിലോഗ് പാർട്ട് 2 എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് തരുന്നിടത്ത് പ്രോഗ്രാം പഠിച്ചു പോവാം. അത് ചോദിച്ചാൽ എഴുതാൻ പറ്റിയ നല്ലൊരു കാര്യമാണ്. അത് മോഡലിംഗ്, ഡി ഫ്ലിപ്പ് ഫ്ലോപ്പിംഗ്, വലിയ ക്വസ്റ്റ്യൻ ഡയറക്റ്റ് തന്നിട്ടുണ്ട്. ഓക്കെ, ടെസ്റ്റ് ബെഞ്ച് ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ മോഡലിംഗ് ആൻഡ് FSM ഇൻ വെരിലോഗ്. എനിക്ക് തോന്നുന്നു ഇവർ തമ്മിൽ കണക്ട് ചെയ്ത് ക്വസ്റ്റ്യൻസ് വരാം. സോ എന്തായാലും മോഡൽ ക്വസ്റ്റ്യനിൽ ഇതിനെപ്പറ്റി FSMനെ പറ്റി വന്നിട്ടുണ്ട്. സോ ട്രൈ ടു ലേൺ ദോസ് തിങ്സ്. എന്തായാലും ഈ പറഞ്ഞ ടോപ്പിക്സ് സ്കിപ്പ് ചെയ്യാണ്ട് പോവുക. ഇനി ഈ ഒരു വിഷയത്തിൽ എനിക്ക് തരാനുള്ള ഏറ്റവും വലിയ ടിപ്പ് എന്ന് പറഞ്ഞാൽ അറ്റൻഡ് ഓൾ ക്വസ്റ്റ്യൻ. അതായത് എല്ലാ ഓൾ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാനില്ല, പറഞ്ഞിരിക്കുന്ന മാൻഡേറ്ററി ക്വസ്റ്റ്യൻസ് എല്ലാം അറ്റൻഡ് ചെയ്യാം. അറ്റൻഡ് ഓൾ മാൻഡേറ്ററി ക്വസ്റ്റ്യൻസ് സ്റ്റാർ ഇടാട്ടോ. അറ്റൻഡ് ഓൾ മാൻഡേറ്ററി ക്വസ്റ്റ്യൻസ്. കാരണം ഈ വിഷയത്തിൽ നിന്നായിരിക്കാം ചിലപ്പോൾ ഔട്ട് ഓഫ് സിലബസ് വരാൻ ചാൻസ്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഞാനിതുപോലെ പഠിച്ചു പോയി. എനിക്കിപ്പോൾ ഓർമ്മയുണ്ടെന്ന് ഞാൻ പറയുന്നത് അതുകൊണ്ടാണ്. A പാർട്ട് എനിക്ക് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഈ പറഞ്ഞ പോലെ കിളിയും പരുന്തും ഉക്കും കാക്കയൊക്കെ പറക്കുമായിരുന്നു. കാരണം ഞാൻ പഠിച്ചു പോയ സാധനമേ അല്ല. ഓക്കെ, കുറച്ച് എണ്ണങ്ങളൊക്കെ ഞാൻ അറ്റൻഡ് ചെയ്തു. എനിക്ക് എന്നിട്ട് ഇറങ്ങി വന്ന് ഭയങ്കര സങ്കടമായി. പിന്നീടാണ് ഞാൻ അറിയുന്നത് അതല്ല, ഔട്ട് ഓഫ് സിലബസ് ആയിരുന്നു. സോ നമ്മളതിൽ പാസ്സായി എന്നുള്ളത്. എനിക്ക് B പാർട്ട് വലിയ കുഴപ്പമില്ലായിരുന്നു. B പാർട്ടിൽ ഞാൻ കറക്റ്റാക്കി എഴുതിയതുകൊണ്ട് പാസ്സാവുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. ബട്ട് മാർക്ക് കുറയുന്നുള്ള പേടി എനിക്ക് ഉണ്ടായിരുന്നു. അങ്ങനെ വന്നപ്പോൾ എനിക്ക് ഓർമ്മയുണ്ട്. പക്ഷെ അതുകൊണ്ട് എനിക്ക് കുറച്ചുകൂടെ മാർക്ക് അതിൽ ഞാൻ എക്സ്പെക്ട് ചെയ്തതിനേക്കാൾ കൂടുതൽ മാർക്ക് എനിക്ക് കിട്ടി. എനിക്ക് അതുകൊണ്ട് അറൗണ്ട് B+ സംതിങ് എന്തോ അതിൽ കിട്ടിയിട്ടുണ്ട്. സോ അതുകൊണ്ട് എല്ലാ ക്വസ്റ്റ്യൻ ഏത് വഴിക്കാണ് ക്വസ്റ്റ്യൻ വരിക എന്ന് പറയാൻ പറ്റില്ല. ഓക്കെ, സോ കൂളായിട്ടിരിക്കുക, നല്ല രീതിയിൽ നിങ്ങളുടെ എക്സാംസ് ഒക്കെ എഴുതുക. ബെസ്റ്റ് വിഷസ് ഫോർ യുവർ എക്സാം. സോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്. ആവല്ലേ, ജീവിച്ചു നോക്കട്ടെ. ഓക്കെ, സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ബെസ്റ്റ് വിഷസ്. It's me, Alan Josando, signing off. Bye.